Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചീരത്തോരനാണ്. ഈ ചീര നമ്മുടെ സാധാരണ ചീരയല്ല, ഇത് മരച്ചീരയാണ്. അതായത് ഇത് എപ്പോഴും ഉണ്ടാവും ഈ ചീര. ഇത് കണ്ടോ, ഒരു ചെറിയൊരു മര പോലെ തന്നെയാണ്, വലിയ പൊക്കമൊന്നും വയ്ക്കില്ല, അങ്ങനത്തെ ഒരു ചീരയാണ് കേട്ടോ ഇത്. ഇതത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ചീര അല്ലാന്ന് തോന്നുന്നു. ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ എല്ലാവരും വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ ഈ ഒരു ചീരയുടെ തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ചീര കിട്ടും കേട്ടോ. നമ്മൾ അത്ര ഒരു പരിപാലനം ഒന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ അതായത് ഇതിൻ്റെ ഇലയൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാധാരണ ചീരയൊക്കെ എങ്ങനെ അരിഞ്ഞെടുക്കണോ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അധികം ഇങ്ങനെ എന്താ പറയുക, മറ്റേ നമ്മുടെ സാധാരണ ചീരയിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ ഒരു എന്താ പറയുക, ഒരു പുള്ളിക്കുത്ത് പോലെ ഇങ്ങനെ വരൂലേ, അങ്ങനെയൊന്നും ഇതിനകത്ത് വന്നില്ല കേട്ടോ. ഇതെല്ലാം എപ്പോഴും നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ചീര ഇങ്ങനെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കും പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി കുറേ തോരൻ റെസിപ്പികൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും എന്താ പറയുക, ഒരു വേവിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചീരയുടെ തന്നെയാണെങ്കിലും ചീര മുട്ട തോരൻ, അതുപോലെ ചീര ചക്കക്കുരു തോരനൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അത് ചീര എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതായിപ്പോൾ കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഒരു 5 ചുവന്നുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് ഒരു മുളക് ഇടുമ്പോഴത്തേനും നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ അതിനോട് അതൊന്ന് ചെറുതായിട്ട് ഒരു മുളകൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന മുളകല്ല, വീട്ടിലുണ്ടായ മുളക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല എരിവാണ് കേട്ടോ. ആ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നല്ലൊരു എരിവാണ്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു 5 എണ്ണത്തിൻ്റെയൊക്കെ 5 എണ്ണമൊന്നും അല്ലാതെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ എരിവിന് മുന്നിൽ. അപ്പോൾ അത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ പാത്രമൊക്കെ നിറഞ്ഞിരിക്കും പോലെ തോന്നും. അതായത് ഒന്നൊന്ന് ആവിയൊക്കെ കയറി കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ചുങ്ങി വരും കേട്ടോ. ഇത് കണ്ടില്ലേ, ഒന്ന് മൂടി വെച്ചൊന്ന് ഒരു കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോഴത്തേനും ഇത് നന്നായിട്ട് ചുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് തന്നെ മിക്സ് ചെയ്തോളൂ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ചീരയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ചീര അരിയുമ്പോഴാണെങ്കിലും നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ അരിയാനായിട്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും പോലെ ആയിരിക്കും ഇതിനകത്ത് അപ്പടി. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതിനോട് ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചീരയ്ക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൂടി വെക്കരുത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ആ നീരാവിയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് ചാടിയിട്ട് പിന്നെയും ഇതിനകത്തൊരു വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട്, അതായത് വെള്ളം കെട്ടിക്കിടക്കും പോലെയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് മൂടി വയ്ക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ തയ്യാറായിട്ടുണ്ട്. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.